ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് SCRT ക്ലാസ്സസ് തന്നെയാണ്. അതിൽ നമ്മൾ 2 ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് ഭൂഖണ്ഡങ്ങളിലൂടെ, രണ്ടാമത് ദക്ഷിണേന്ത്യയും ചരിത്രത്തിലേക്ക് എന്ന 2 ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. നമുക്കിത് കാണുമ്പോൾ 10th ലെവലിൽ ഇത് ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ മെയിൻ എന്നെടുത്ത് വരുമ്പോൾ ഈ 2 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. കഴിഞ്ഞ മെയിൻ എഴുതിയവർക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണെന്ന്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് ഭൂഖണ്ഡങ്ങളിലൂടെ എന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് തന്നിട്ടുള്ളത്. അത് ആരാണെന്ന് വെച്ച് പറഞ്ഞാൽ അഭിലാഷ് ടോമിയാണ്. ആരാണ് അഭിലാഷ് ടോമി? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് ആര്? അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരം വിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. അപ്പോൾ ആ പായ്ക്കപ്പലിന്റെ പേരും എന്തായിരുന്നു? മാതേയി എന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. ഇത് അഭിലാഷ് ടോമിയുടെ വാക്കുകളാണ്. സമുദ്രങ്ങളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ അത് ഒരിക്കലും ഒരു രാജ്യം മാത്രമാവത്തില്ല. ആ ഒരു ഭൂഖണ്ഡത്തിൽ തന്നെ ഒന്നിലധികം രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളോട് കൂടിയതാണ് എന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ തന്നെ നിരവധി രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വൻകരകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണിത്? ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിവയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഏഷ്യയെ കുറിച്ചിട്ടാണ്. ഏഷ്യ ഭൂഖണ്ഡത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. അതുപോലെ തന്നെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം. നമ്മുടെ ലോകം മൊത്തം ഭൂമി എടുത്താൽ തന്നെ അതിലെ 60% ജനങ്ങൾ എവിടെയാണുള്ളത് എന്നാണ് പറയുന്നത്? നമ്മുടെ ഏഷ്യയിലാണ് ഉള്ളത് എന്ന് പറയും. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യത്തെ ചോദിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ചൈന എന്ന് പറയും. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. ആ റഷ്യ നമ്മുടെ ഏഷ്യയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നിട്ടും റഷ്യയെ നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമെന്ന് പറയാത്തത് എന്ന് വെച്ചാൽ റഷ്യ ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ് റഷ്യയെ നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയാത്തത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. രണ്ടാമത്തെ വലിയ രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം, അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇനി ഏറ്റവും ചെറിയ രാജ്യത്തെ ചോദിച്ചാൽ അത് ഏതാണ്? അത് മാലിദ്വീപാണ്. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഭൂമിയുടെ കരഭാഗത്തിന്റെ 1/3 ഉൾക്കൊള്ളുന്നത് ഏതിനാണ്? ഏഷ്യയിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര എന്ന് പറയുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം എവിടെയാണുള്ളത്? അതും നമ്മുടെ ഏഷ്യയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പർവ്വതങ്ങൾ കൂടാതെ തന്നെ മരുഭൂമികളും അതുപോലെ സമതലങ്ങളും പീഠഭൂമികളും എല്ലാം നമ്മുടെ ഏഷ്യ ഭൂപ്രകൃതിയുടെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഏഷ്യ ഭൂപ്രകൃതിയുടെ
സവിശേഷത തന്നെയാണ്. ഇനി അതുപോലെ ഒരുപാട് നദികളും ഏതിലൂടെ ഒഴുകുന്നുണ്ട്? ഈ ഭൂഖണ്ഡത്തിൽ കൂടെ, ഈ വൻകരയിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയെ ചോദിച്ചാൽ ആരാണ്? അത് യാങ്സി നദിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത്. അപ്പൊ ഏഷ്യയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ വൻകര, അതുപോലെ തന്നെ രണ്ടാമത് ചോദിക്കണം പറഞ്ഞാൽ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ നീളമേറിയ നദി ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് യാങ്സി നദിയാണ് എന്ന് പറയാം. അതുപോലെ 60% മൊത്തം ജനസംഖ്യയിൽ 60% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. അതുപോലെ മൊത്തം കരഭാഗം എടുത്ത് പറഞ്ഞാൽ അതിൽ 1/3 ഭാഗം എന്ത് തന്നെ വരും? ഏഷ്യ മാത്രമായി വരും. ഇനി മരുഭൂമികൾ, വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മരുഭൂമികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ശീത മരുഭൂമിയുമുണ്ട്, ഉഷ്ണ മരുഭൂമിയുമുണ്ട്. അതായത് അത്യുഷ്ണം അനുഭവപ്പെടുന്നവയെ നമ്മൾ ഉഷ്ണ മരുഭൂമി എന്നും അതിശൈത്യം അനുഭവപ്പെടുന്ന മരുഭൂമികളെ നമ്മൾ എന്തെന്നും പറയും? ശീത മരുഭൂമികൾ എന്നും പറയും. ഇനി സമതലങ്ങൾ, ഏഷ്യയിൽ തന്നെ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമതലങ്ങൾ എന്ന് പറയുന്നത്. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സമതലങ്ങൾ എന്ന് പറയുന്നത്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലപുഷ്ടങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് പീഠഭൂമികൾ. നമുക്കറിയാലോ പീഠഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന്, അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെച്ച് നോക്കി പറഞ്ഞാൽ അത് ഉയർന്നതായിരിക്കുക, എന്നാൽ അത് താരതമ്യേന എങ്ങനെയുള്ളതുമായിരിക്കും? നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പീഠഭൂമികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിൽ കാണപ്പെടുന്നതാണ് ഹിമാലയൻ, മഞ്ചൂരിയൻ, താർ മരുഭൂമി, ലഡാക്ക് എന്ന് പറയുന്ന ഒരു ശീത മരുഭൂമിയാണ്. അതുപോലെ യാങ്സി നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും നീളമേറിയ നദിയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് യാങ്സി നദി എന്ന് പറയുന്നത്. അതുപോലെ ഡെക്കാൻ പീഠഭൂമി എല്ലാം ഏഷ്യയിൽ കാണപ്പെടുന്നവയാണ്. ഇനി ഏഷ്യയിലെ കാലാവസ്ഥ. ഏഷ്യയിലെ ഏറ്റവും ശൈത്യം അനുഭവപ്പെടുന്നത്, അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈബീരിയയാണ്. അതുപോലെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? അപ്പോൾ നമ്മുടെ ഏഷ്യയിലെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് അറേബ്യൻ മരുഭൂമിയാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ വൻകരയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്കു ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. അതുപോലെ സമുദ്ര സമീപമുള്ളതിനാൽ കിഴക്ക് ഭാഗം മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഇനി മധ്യരേഖ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. മരുഭൂപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നു. അപ്പോൾ വടക്ക് പ്രദേശത്ത് ധ്രുവപ്രദേശത്തിനോട് ചേർന്നതുകൊണ്ട് അവിടെ ഒരുപാട് തണുപ്പ് കാണപ്പെടുന്നു. കിഴക്ക് ഭാഗത്ത് എന്താണ്? അവിടെ കടലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, സമുദ്ര സമീപമുള്ളത് കൊണ്ട് തന്നെ മിതമായ ചൂടും തണുപ്പാണുള്ളത്. ഇനി തെക്ക് ഭാഗത്ത് എന്താണ്? ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ തന്നെ അവിടെ ചൂടും ഈർപ്പവും കനത്ത മഴയും ലഭിക്കുന്ന കാലാവസ്ഥയാണ്. പടിഞ്ഞാറ് ഭാഗം നോക്കി പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? അവിടെ പൊതുവെ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇനി ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഏഷ്യയിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളാണ് അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങളാണ് റക്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട എന്നിവയെല്ലാം. അതുപോലെ ഏഷ്യയിലെ ജനജീവിതം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ 60% ഉള്ളത് എവിടെയാണ്? അത് ഏഷ്യയിലാണുള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. അപ്പോൾ ലോക ജനസംഖ്യയുടെ 60% എവിടെയാണുള്ളത്? അത് ഏഷ്യയിലാണുള്ളത്. അവിടെ കൂടുതൽ ആൾക്കാരും എന്തിനെ ആശ്രയിച്ചാണുള്ളത്? കൃഷിയെ ആശ്രയിച്ചാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണ്? അത് നമ്മുടെ ഏഷ്യ വൻകരയാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ് ആഫ്രിക്കയെ കുറിച്ചിട്ട്. ആഫ്രിക്കയെ കുറിച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. അതുപോലെ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. ഏറ്റവും
കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. അതുകൂടാതെ തന്നെ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ രേഖകൾ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതേതാണ്, അത് ആഫ്രിക്കയാണ്. അതുപോലെ തന്നെ കാപ്പിരികളുടെ നാട്, മാനവികതയുടെ കളിത്തോട്ടൽ എന്നിങ്ങനെ അറിയപ്പെടുന്നതും എവിടെയാണ്, ഏത് ഭൂഖണ്ഡത്തെയാണ്, ആഫ്രിക്കയാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ രേഖകൾ കടന്നു പോകുന്ന ഭൂഖണ്ഡം. കാപ്പിരികളുടെ നാട്, മാനവികതയുടെ കളിത്തോട്ടൽ എന്നറിയപ്പെടുന്ന ആരിനെയാണ്, ആഫ്രിക്കയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റിലേക്ക് വരാം. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ രേഖകൾ 3ഉം കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണ്, അത് ആഫ്രിക്ക ഭൂഖണ്ഡമാണ്. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് എവിടെയുള്ളത്, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ ഉള്ളത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്, ആഫ്രിക്ക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീ തടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതയാണ്. സഹാറയും കോങ്കോ തടവും എവിടെയാണുള്ളത്, ആഫ്രിക്കയിലാണ്. അപ്പൊ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായതാണ്, അത് സഹാറയാണ്. അതുപോലെ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടം എവിടെയുള്ളത്, രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയുള്ളത്, എവിടെയുള്ളത്, ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നെയിൽ ഒഴുകുന്നതും ഏതിലൂടെയാണ്, ആഫ്രിക്കയിലൂടെയാണ്. നമ്മൾ നേരത്തെ ഏഷ്യ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ആഫ്രിക്ക എടുക്കണമെന്ന്, ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്, അത് നെയിൽ നദിയാണ്. ആഫ്രിക്കയിലെ മാത്രമല്ല, മൊത്തം ലോകത്തിലെ നോക്കുകയാണെങ്കിൽ കൂടി ഏറ്റവും നീളം കൂടിയ നദിയാണ് നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് നെയിൽ. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് എന്ത്, കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്, കിളിമഞ്ചാരോ. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ളത് ഏതാണ്, നമ്മൾ പറഞ്ഞത് എവറസ്റ്റ് അല്ലേ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. അടുത്തതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. നമ്മൾ പറഞ്ഞു മറ്റൊരു സവിശേഷതയാണ് ആഫ്രിക്കയുടെ ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് പറഞ്ഞത് അല്ലേ. ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്ന സമുദ്രവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. അപ്പോൾ ഇത് കാണപ്പെടുന്നത് എവിടെയാണ്, ഭൂമധ്യരേഖ പ്രദേശത്താണ്. അപ്പോൾ ഈ മഴക്കാട് കാണപ്പെടുന്നത് എവിടെയാണ്, ഉഷ്ണമേഖല മഴക്കാടുകൾ ഭൂമധ്യരേഖ പ്രദേശത്താണ് കാണപ്പെടുന്നത്. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന് പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്, ഉഷ്ണമേഖല മഴക്കാടുകൾ. അപ്പോൾ തെക്കേ അമേരിക്കയിലാണ് ഏതുള്ളത്, ആമസോൺ ഉള്ളത്. ആഫ്രിക്കയിൽ നമ്മൾ പറഞ്ഞു കോങ്കോ മഴക്കാടുകൾ എന്ന് പറഞ്ഞു. ഇനി തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഏതാണ്, അത് മലേഷ്യയാണ്. ഇന്തോനേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്, ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത്. ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്, അത് കിളിമാഞ്ചാരോയാണ്. ഇനി ആഫ്രിക്കയിലെ കാലാവസ്ഥ നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ആഫ്രിക്കയിലെ സസ്യ ജന്തുജാലങ്ങൾ. ജലവൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. ആഫ്രിക്കയിലെ ചില സസ്യ ജന്തുജാലങ്ങളാണ്
ബയോബാബ് വൃക്ഷം, അതുപോലെ കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ എന്നിവയൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്ന്. അല്ലെ, അതെന്താണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയക്കും കെനിയക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. ഇനി ആഫ്രിക്കയിലെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈവിധ്യത്തിന്റെ തെളിവായി കണക്കാക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന വൻകരയാണ് ഏത് എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. ഏതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്? വടക്കേ അമേരിക്കയാണ്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. അതുപോലെ മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. ഇതൊരു പ്രകൃതിദത്ത അത്ഭുതമാണ്. അപ്പോൾ വടക്കേ അമേരിക്ക നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയിലെ 2 പ്രധാന പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് റോക്കിയും അപ്പലേച്ചിയനുമാണ്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറി എന്ന് പറയുന്നത്. അതുപോലെ നദികൾ, ഇമ്പോർട്ടൻ്റ് ആയ നദിയാണ് മിസിസിപ്പിയും അതുപോലെ മിസോറിയും. അതുപോലെ പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വടക്കേ അമേരിക്കയിലാണ്. എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. അതുപോലെ വടക്കേ അമേരിക്കയിലെ ബൃഹത്തായ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറഞ്ഞാൽ? ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. കോളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്. എന്ത്? ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥ നോക്കാം. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു. കാരണം വടക്ക് പ്രദേശത്ത് എങ്ങനെയാണ്? അതിശൈത്യമാണ്. അപ്പോൾ വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതോറും എന്താണ്? താരതമ്യേന ചൂട് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇനി ഈ വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വിയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും എന്തിനുദാഹരണമാണ്? വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. കാലിഫോർണിയ പോപ്പി, അതുപോലെ സഗ്യാരോ കള്ളിച്ചെടി, മ്യൂസ് എന്നിവയിലൊക്കെ വടക്കേ അമേരിക്കയിൽ കാണുന്ന ചില സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ വടക്കേ അമേരിക്കയിലെ ജനജീവിതം എങ്ങനെയാണ്? ഈ വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത്? USA എന്ന് പറയുന്നത്. അല്ലെ, അമേരിക്കൻ ഐക്യനാടുകളും അതുപോലെ കാനഡയും ഉയർന്ന നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ എവിടെയാണുള്ളത്? അത് വടക്കേ അമേരിക്കയിലാണ് ഉള്ളത്. അനുകൂല കാലാവസ്ഥയും ഫലപുഷ്ടിയമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയിലെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ, അതായത് എക്സിമുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. വടക്കേ അമേരിക്കയിലെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്യൂട്ടുകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ്, വടക്കേ അമേരിക്കയിലെ പ്രത്യേകതയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്
തെക്കേ അമേരിക്കയാണ്. അപ്പോൾ ഈ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തെക്കേ അമേരിക്കയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആമസോൺ മഴക്കാടുകളെയാണ്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും അതുപോലെ ഏറ്റവും വലിയ നദിയായ ആമസോണും എവിടെയാണുള്ളത്? നമ്മൾ നേരത്തെ ഏറ്റവും നീളം കൂടിയ നദി നെയിലാണ് എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നെയിലാണ്. അത് എവിടെയുള്ളത്? ആഫ്രിക്കയിലാണുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ നദി എവിടെയാണുള്ളത് ചോദിച്ചു പറഞ്ഞാൽ അത് തെക്കേ അമേരിക്കയിലാണുള്ളത്. അത് ഏത് നദിയാണ്? ആമസോൺ നദിയാണ്. ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നതും എവിടെയാണ്? അത് കാണപ്പെടുന്നതും തെക്കേ അമേരിക്കയിലാണ്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റഗാമ അതുപോലെ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി ഏതാണ്? അറ്റഗാമ മരുഭൂമിയാണ്. അതെവിടെയാണുള്ളത്? തെക്കേ അമേരിക്കയിലാണുള്ളത്. അതുപോലെ തന്നെ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് കാണപ്പെടുന്നതും തെക്കേ അമേരിക്കയിൽ തന്നെയാണ്. ഇനി തെക്കേ അമേരിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. തെക്കേ അമേരിക്കയിൽ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. നമ്മൾ നേരത്തെ വടക്കേ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? അത് ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വടക്ക് ഭാഗത്ത് അതിശൈത്യവും വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്നതോറും താരതമ്യേന ചൂടുമാണെന്ന് പറഞ്ഞു. ഇനി അത് തെക്കേ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൂടിയ ചൂടും അതുപോലെ സമുദ്രമായ മഴയും ലഭിക്കുന്നുണ്ട്. ഇനി തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ആൻഡിയൻ ലൂപ്പിൻ അതുപോലെ ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര എന്നിവയെല്ലാം തെക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളാണ്. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടെ തെക്കേ അമേരിക്കയിലെ ജൈവ വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കൊണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ് ഇവിടം. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നതാണ്. ഇനി തെക്കേ അമേരിക്കയിലെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഏത് എന്ന് പറയുന്നത്? തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് ഏത് എന്ന് പറയുന്നത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഈ അന്റാർട്ടിക്കയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഹിമപാളിയിലാണ് അടങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. എവിടെ? അന്റാർട്ടിക്കയിലാണ് നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കാം? നമ്മൾ പറഞ്ഞ അവിടെ കൂടുതലും എന്താണെന്ന് പറഞ്ഞു? ഹിമപാളികളാണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നതാണ്. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽവർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശത്തും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിലെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ്. സീല്, പായലുകൾ, അതുപോലെ പെൻഗ്വിനുകളൊക്കെയാണ് അന്റാർട്ടിക്കയിലെ സസ്യജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടെ ജനജീവിതത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യവാസം തീരെ ഇല്ലാത്ത സ്ഥലമാണ് എന്ന് പറയുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രകളും മാത്രമാണ് എവിടെ എത്തുന്നത്?
അന്റാർട്ടിക്കയിൽ എത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭൂഖണ്ഡമാണ് ഏതെന്ന് പറയുന്നത് യൂറോപ്പ് എന്ന് പറയുന്നത്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ഏതൊക്കെ? ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ അവിടെയുണ്ട്, യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഏതിലൂടെയാണ്? യൂറോപ്പിലൂടെയാണ്. യൂറോപ്പിൽ ഫലപുഷ്ടമായ സമതലങ്ങളും പുൽമേടുകളും ഉണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി എന്നറിയപ്പെടുന്നത്. യൂറോപ്പിലെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ എന്താണ് ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്ന് പറയുന്നത്? സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരുവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഫിയോർഡുകൾ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങളാണ് കോക്ക് മരങ്ങളും ആൽപൈൻ സ്റ്റെപ്പി പുൽമേടും ലിങ്സ് എന്നുള്ളതോ. ലിങ്സൊക്കെ എവിടുത്തെ പ്രത്യേകതകളാണ്? യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങളാണ്. അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? യൂറോപ്പിൽ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ എവിടെയുള്ളത്? യൂറോപ്പിലാണുള്ളത്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ, അതുപോലെ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് ഈ പാരീസും ലണ്ടനും ബെർലിൻ എന്നിവയെല്ലാം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന വൻകര ഏതാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ കങ്കാരു കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? അത് ആസ്ട്രേലിയയാണ്. കങ്കാരു കാണപ്പെടുന്ന ഭൂഖണ്ഡം എന്ന് പറയുന്നത് പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണ് എന്ന് വെച്ച് പറഞ്ഞാൽ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. അപ്പോൾ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ഓസ്ട്രേലിയ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പിറ്റുകളാൽ നിർമ്മിതമാണ്. മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖലയാണ്. അപ്പോൾ ഓസ്ട്രേലിയ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായി പറയാനുള്ളത് എന്താണ്? കങ്കാരുക്കളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. മൊത്തമായിട്ട് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ എന്ന് പറയുന്നത്. പവിഴപ്പിറ്റുകൾ ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് പവിഴപ്പിറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന ഫലപുഷ്ടമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറയുന്നത്. ഇനി ഓസ്ട്രേലിയയിലെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വളർച്ചയുടെ തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിനു കാരണമായി. മാർസുപിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണമാണ്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോആല, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ എന്നിവയൊക്കെ ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങളാണ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗങ്ങളാണ് മാർസുപിയലുകൾ എന്ന് പറയുന്നത്. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന കങ്കാരു, കോആല എന്നിവ മാർസുപിയലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസും എക്കിഡ്നയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റ് ജീവികളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. ഇനി അടുത്ത ജനജീവിതം എങ്ങനെയാണ്? ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമയാണ്. സിഡ്നി, മെൽബൺ,
ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. നമ്മൾ ഇന്ന് അടുത്ത ഈ ചാപ്റ്ററിൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ വൻകരയും അല്ലെങ്കിൽ ഓരോ ഭൂഖണ്ഡവും അതിലെ പർവ്വതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെയുള്ള വൻകരകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിലിംസിന് വന്നില്ലെങ്കിലും മെയിൻസിന് ചോദിക്കുന്ന ഭാഗങ്ങളിൽ പെടുന്നതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.